ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നെത്തോലി ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു നെത്തോലി ഫ്രൈ ആണ്. നിങ്ങളിതൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നെത്തോലി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതാണ് ഞാൻ കുരുമുളക് പൊടി കുറച്ച് ചേർത്തത്. ഇനി കുറച്ച് പെരിഞ്ജീരക പൊടിയാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചേർക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1.5 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുന്നതിനെക്കാട്ടി എപ്പോഴും അരിപ്പൊടിയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും ചേർക്കുന്നത്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടത് മിക്സ് ആയി കിട്ടിക്കോളും. ഇത് നന്നായിട്ട് മിക്സാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയാണ് ഈ ഫ്രൈക്കൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലോടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വലിയ പാനാണെങ്കിൽ നമുക്കത് അത്രയും ഇടുന്ന അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ടാൻ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഈ പാനിൽ മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലാതെ ഒരുപാട് തീ കൂട്ടിയിട്ട് ചെയ്യരുത്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 ഉണക്കമുളകാണ്, വറ്റൽ മുളക്, അത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുക്കൊന്നും വേണ്ട, ഇത് പച്ചയ്ക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ്, ഒരു 4-5 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളിയാണ്, അതും അതിൽ ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനത് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെത്തോലി നന്നായിട്ട് നമുക്ക് ഇളക്കി വെച്ച് കൊടുക്കാം. തിരിച്ച് മറിച്ച് നോക്കിയിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 3/4 പരുവം ആകുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടിൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ വേണം ചതച്ചെടുക്കാനായിട്ട്. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ വെളുത്തുള്ളിയും വറ്റൽമുളകുമൊക്കെ നമ്മൾ ചതച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ള എന്താണെന്ന് അറിയാം, ഒരു പിടി തേങ്ങയാണ്, ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ ഞാനൊരു കൈപ്പിടിക്കാണ് ചേർത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി വിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് അത് മീൻ പൊടിഞ്ഞു പോകാതെ നമുക്ക് ചേർത്ത് ഞാനിതൊന്ന് എല്ലാ വശത്തും ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ ഈ ടേസ്റ്റും കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കുന്നു പോരുത് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിനോടൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രൈ ആണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. താങ്ക്